ഹായ് ഫ്രണ്ട്സ്, വിഭൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് കേരള PSC 10th ലെവൽ പ്രിലിം സ്റ്റേജ് 3 എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാന ഹിന്ദു രാജാവ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാന ഹിന്ദു രാജാവ് ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്തെ INC പ്രസിഡന്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്തെ INC പ്രസിഡന്റ് JB കൃപാലിനി. JB കൃപാലിനി. ഒടുവിൽ സ്വതന്ത്ര ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി. ഒടുവിൽ സ്വതന്ത്ര ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി ഗോവ 1961. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് എന്തിൻ്റെ പരാജയത്തിന് ശേഷമാണ്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് എന്തിൻ്റെ പരാജയത്തിന് ശേഷമാണ്? ക്രിപ്സ് മിഷൻ 1942. ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യം ആരുടേതാണ്? ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യം ആരുടേതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി? ബൈസൈക്കിൾ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം. ബൈസൈക്കിൾ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം 1890. 1890 ആരാണ് കൊണ്ടുവന്നത്? മാക്മില്ലൻ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? നീലം സഞ്ജീവ് റെഡ്ഡി. നീലം സഞ്ജീവ് റെഡ്ഡി. ഇന്ത്യയിൽ 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ച വർഷം. ഇന്ത്യയിൽ 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ച വർഷം 1969. ആരാണ്? ഇന്ദിരാഗാന്ധി. മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാണ്? മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? USA. USA. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. സാധാരണ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. സാധാരണ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ്. ലോക ജലദിനം. ലോക ജലദിനം എന്നാണ് മാർച്ച് 22. മാർച്ച് 22. ജാവ എന്നാൽ എന്താണ്? ജാവ എന്നാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് ജാവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്ക് SBI. SBI. വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്. വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂതാപ്പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂതാപ്പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം മട്ടാഞ്ചേരി. 1568. മട്ടാഞ്ചേരി 1568. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. എവിടെയാണ്? ആലപ്പുഴ. 1946 ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? B. രാമകൃഷ്ണ റാവു. B. രാമകൃഷ്ണ റാവു. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആര്? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായ്. റാണി ഗൗരി ലക്ഷ്മി ഭായ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ. ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ വർഷം. ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ വർഷം 1829. 1829. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭു. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്രയാണ്? 8. വീർഭൂമി ആരുടെ സമാധി സ്ഥലമാണ്? വീർഭൂമി ആരുടെ സമാധി സ്ഥലമാണ്?
രാജീവ് ഗാന്ധി. ആരാണ്? രാജീവ് ഗാന്ധി. തിയോസഫിക്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വനിത ആരാണ്? തിയോസഫിക്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വനിത ആരാണ്? ആനി ബസന്റ്. ആനി ബസന്റ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച സ്ഥലം. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച സ്ഥലം എവിടെയാണ്? കൊൽക്കത്ത. കുരുക്ഷേത്ര, പാനിപ്പട്ട് ഇവ ഏത് സംസ്ഥാനത്തിലാണ്? കുരുക്ഷേത്ര, പാനിപ്പട്ട് ഇവ ഏത് സംസ്ഥാനത്തിലാണ്? ഹരിയാന. ഏതാണ്? ഹരിയാന. മീരാബെൻ ആരുടെ അനുയായി ആയിരുന്നു? മീരാബെൻ ആരുടെ അനുയായി ആയിരുന്നു? ഗാന്ധിജി. ആരാണ്? ഗാന്ധിജി. കാപ്പി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കാപ്പി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. കർണാടക. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഇന്ത്യയിൽ വന്ന ആദ്യ വിദേശിയർ. ഇന്ത്യയിൽ വന്ന ആദ്യ വിദേശിയർ ആരാണ്? അറബികൾ. ഇന്ത്യയിൽ വന്ന ആദ്യ വിദേശിയർ അറബികൾ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തൻ. 1741 മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശികൾ. 1741 മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശികൾ ആരാണ്? ഡച്ചുകാർ. കുളച്ചൽ യുദ്ധത്തിലാണ് ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ 1741 പരാജയപ്പെടുത്തിയത്. ഓക്കെ ദെൻ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.